സുരേഷ് ഗോപി എവിടെ? സുരേഷ് ഗോപി ഒളിവിലാണോ? ഒരു ചോദ്യം. ഡൽഹിയിലേക്ക് ഒരു കലാകാരനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല. പള്ളിയിൽ അച്ഛൻ്റെ പിതാവിൻ്റെ പരാതി. സുരേഷ് ഗോപി ഒളിവിലാണെന്ന് ഒരു ഗുരുവായൂർക്കാരനായ KSUക്കാരൻ്റെ പരാതി പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഒളിവിലാണോ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് BJPക്കാർ DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരാതികളുടെ ഒരു പ്രളയമാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ സുരേഷ് ഗോപി മണിപ്പൂരിൽ മനോഹരമായ രീതിയിൽ അവിടുത്തെ ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ടൂർ പോയതല്ല കേട്ടോ, അവിടുത്തെ ആളുകളുമായി സാന്ത്വനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മണിപ്പൂരിൽ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ, എല്ലാവരും അദ്ദേഹത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കുഴപ്പമായി പറയുന്നത് അദ്ദേഹം BJP ചേർന്നത് എന്തോ തെറ്റാണെന്നുള്ളതാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി, രാജ്യത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നിരവധി ഗവർണർമാർ, മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ, IASകാർ, റിട്ടയർ IASകാർ, ഇപ്പോൾ മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ എത്ര IASകാരാണ് റിട്ടയർ ആയിട്ടുള്ളവർ, എത്ര IPSകാരാണ്, അത്രയുള്ള വലിയ വലിയ ആളുകൾ. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ, ശ്രീലേഖ IPS, ജേക്കബ് തോമസ് IPS, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, VCമാർ, പിന്നെ PSC ചെയർമാൻമാർ, അൽഫോൺസ് കണ്ണന്താനം IAS, അങ്ങനെ തുടങ്ങി മഹാരഥന്മാരാണ് BJP. പിന്നെ E ശ്രീധരൻ, വലിയ വലിയ ടീമാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. അവിടെയാണ് സുരേഷ് ഗോപിയും ചേർന്നത്. ആ സുരേഷ് ഗോപിയെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ വരാത്തത് കൊണ്ടോ, വന്ന് ഈ മാധ്യമപ്രവർത്തനങ്ങളെ ചുരണ്ടി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന് വായിരിക്കുന്ന കേൾക്കാത്തത് കൊണ്ടോ ഉറക്കമില്ലാത്തതാണെങ്കിൽ അവർക്ക് ഉറക്കമില്ലാത്തതാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം MD രമേശ് ഇന്നലെ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വായിരിക്കണ കേൾക്കണോ ഇനിയും? കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചുരണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ആളാണല്ലോ. കർണാടനെ പോലെ കണ്ണിറക്കിയിട്ട് പോകുന്ന നേതാവല്ല, അപ്പം നിന്ന് മറുപടി പറയുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ ചുരണ്ടി ഈഗോ വർദ്ധിപ്പിച്ച് ഇല്ലാത്ത കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി തുടക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമുണ്ടാക്കി വാർത്തകൾ സൃഷ്ടിക്കുക, അതിലൂടെ BJP രണ്ടടിയടിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം. പക്ഷേ എന്തായാലും അദ്ദേഹം കേരളത്തിൽ ഒരു മന്ത്രിയാണ്, അദ്ദേഹം രാജ്യത്തെ മന്ത്രിയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടാവും. ഇപ്പോൾ മണിപ്പൂരിൽ പോയിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ ഏതെങ്കിലും വികസനം മുടങ്ങുകയോ, തൃശ്ശൂരിലെ ഏതെങ്കിലും ആളുകളുടെ കല്യാണത്തിനും മരണത്തിനും എല്ലാവരും ഒരു മന്ത്രിക്ക് വരാൻ പറ്റില്ലല്ലോ. അതേസമയം മറ്റെന്തെങ്കിലുമൊക്കെ അവരുടെ ആവലാതികൾ പരിഹരിക്കുന്നതിനോ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലോ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വിമർശിക്കാം. അല്ല ഭൗതികമായി ഇവിടെ വന്ന് നിൽക്കണമെന്നോ. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഇടപെട്ട ആൾ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് ഈ പിതാവൊന്നും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ആദ്യം ഇടപെട്ട ആൾ പ്രധാനമന്ത്രിയെ പോയി കണ്ട് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അത്രയും മനുഷ്യത്വപരമായി പെരുമാറുന്നൊരു വ്യക്തിയെ എവിടെയാണ്, ഒളിവിലാണോ എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്ത് കളിയാക്കി മോശപ്പെടുത്തുന്ന ഒരു കൾച്ചർ, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്തൊരു കൾച്ചർ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വളരെ മോശം കൾച്ചറാണ്. എന്തായാലും സുരേഷ് ഗോപി ഒളിവിലല്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഒളിവിലല്ല എന്ന് പറയുന്നതിൻ്റെ തെളിവുകളാണ്. അദ്ദേഹം റൂമിലുമല്ല ഇരിക്കുന്നത്, AC റൂമിലിരുന്നോ AC കാറിലിരുന്നോ അല്ല, മണിപ്പൂരിലേക്ക് പോയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇതുവരെ ആരും പോയില്ല എന്നുള്ളതായിരുന്നു ക്രിസ്ത്യാനികളുടെ പരാതി. എന്നാൽ മണിപ്പൂരിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ദൂതനായിട്ടാണോ പോയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ദൂതനായിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ വലിയ സംഭവമാണത്. കാര്യം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയല്ലോ, ഒന്ന് കേസ് പറഞ്ഞാൽ മതിയല്ലോ. മണിപ്പൂർ ഉണങ്ങുവാനായി സുരേഷ് ഗോപി കൂടെ കരങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അതൊരു വലിയ സംഭവമായിരിക്കും. മണിപ്പൂരിൽ സുരേഷ് ഗോപി പോയിരിക്കുന്നത് മോദിയുടെ ദൂതനായി തന്നെയാണ്.